ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അപ്പോൾ കാലത്ത് ഇപ്പോൾ 4:45 അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഓർക്കിഡിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇന്നും നാളെയാണ്. അപ്പോൾ ഞാനും മാച്ചും കൂടി പോകുന്നതായിരുന്നു. കുറേ ആയി പോകണമെന്നൊക്കെ, കഴിഞ്ഞ വർഷമൊക്കെ പോകണമെന്ന് വിചാരിച്ചതിന്, പക്ഷെ പോകാൻ പറ്റിയില്ല. ഗൈസ്, എന്താ സുഖം നോക്കിയാ, അനങ്ങാണ്ട് കിടന്നുറങ്ങിയിട്ടെല്ലാം പോകാം. നമ്മളിട്ട് പുതിയ ഡ്രൈവറെ കിട്ടിയോണ്ട് പിന്നെ വേറൊന്നും ചിന്തിക്കണ്ട. ഡ്രൈവറെ എടുക്ക്, സ്റ്റോപ്പ് ചെയ്, അല്ലേ, അങ്ങനെയെല്ലാം പറഞ്ഞാൽ മാത്രം മതി. പിന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. നമ്മള് ഇപ്പൊ ഏകദേശം മൈസൂരെത്താനായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും സമയമായിട്ട് AC ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല അടിപൊളി തണുപ്പാണ്. പിന്നെ നമ്മൾ ആദ്യം ബൈക്ക് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞതാണ്, 2 ബൈക്കായിട്ട്. പിന്നെ മാച്ചു ഇതുവരെ ഇത്രയും ലോങ് ഒന്നും ബൈക്ക് എടുത്ത് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയെല്ലാം വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കൊരു കസ്റ്റമർ വിളിച്ചിട്ട് നാളെ വരാന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്ന് തിരിച്ച് വീട്ടിലെത്തും വേണം. അപ്പം ബൈക്ക് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ മഴയും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നമുക്ക് തിരിച്ച് പെട്ടെന്ന് വീട്ടിലെത്താൻ കഴിയില്ല. ഇന്ന് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഇരുട്ടിയെത്തുമ്പോഴേക്ക് നല്ല മഴ തുടങ്ങിയിന്. ഏകദേശം കുടക് എത്തിയിട്ടില്ല, അതിന് മുന്നേ സ്റ്റോപ്പായി. അപ്പോൾ അത്രയും നല്ല മഴയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോ ചെയ്യേണ്ടി വരും, റൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാറാകുമ്പോൾ ആ ഒരു വിഷയമില്ലല്ലോ. അപ്പം ഞങ്ങൾ കാരണം ഏതായാലും കാർ എടുത്തിട്ട് പോകാന്ന്, അങ്ങനെയാണ് കാറിലോട്ടൊക്കെ മാറിയത്. പിന്നെ അതുമാത്രമല്ല, ഞാൻ ബാംഗ്ലൂർ ബൈക്ക് എടുത്തിട്ട് പോകാന്നെല്ലാം പറഞ്ഞാൽ മാച്ചു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പ്രസ് വേയിൽ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവർ ലൈസൻസ് കിട്ടിയിട്ടില്ല. ലൈസൻസ് ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിനാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഓടിച്ചിട്ടില്ല. അപ്പം ആ സമയത്ത് ഇങ്ങനെ മാസ് പറയുന്നുണ്ടായിരുന്നു, കാർ എടുത്തൂടെ. ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെയായി. ഇവൻ ഇങ്ങനെ ഞാൻ വേണ്ട, നമുക്ക് ബൈക്ക് തന്നെ എടുത്തിട്ട് പോവാം. കാരണം കുറേ ആയി ബൈക്ക് എടുത്തിട്ട് പോവാത്ത. ഏകദേശം ഒരു 3-4 മാസമായി ബൈക്ക് എടുത്തിട്ട് എവിടെയും പോവാത്ത. വീടിൻ്റെ വർക്ക് നടക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ നഴ്സറിൻ്റെ വർക്ക്, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഒന്നിനും സമയമില്ല. രാവിലെ ആന്ന് രാത്രി ആന്ന് കിടന്നുറങ്ങുന്ന, അങ്ങനെ ഒരു ബിസി ലൈഫാണ് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട്. അപ്പോൾ എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഞാൻ വേണ്ട, നമുക്ക് ബൈക്ക് തന്നെ എടുത്ത് പോകാമെന്ന്. അപ്പോഴാണ് എൻ്റെ ഈ ഒരു കസ്റ്റമർ വിളിച്ചത്. അപ്പോൾ നാളെ അവർ വരുന്നുണ്ട്. അവരാണെങ്കിൽ സൺഡേസിൽ മാത്രം വരുന്നതെന്ന്. അപ്പോൾ ആ സൺഡേ ഞാൻ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ അടുത്ത് മാത്രമല്ലല്ലോ പ്ലാൻസ് ഉള്ളത്, വേറെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവർ പർച്ചേസ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും എന്തെങ്കിലും ആവട്ടെ, കാർ എടുത്തിട്ട് പോകാൻ. അപ്പം എൻ്റെ ബിസിനസ് നാളെ നടക്കും. അതുപോലെ ഇന്ന് മാച്ചുൻ്റെ ആഗ്രഹവും നടക്കും. എല്ലാം ഫുൾ സെറ്റ് അല്ലേ. അതാണ്. അങ്ങനെ കഴിച്ച് നമ്മളിപ്പോൾ ഹുൻസൂർ എത്തി. സമയം ഇപ്പോൾ 8:30 മണിയായി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയത്. നമ്മളിപ്പോൾ സ്ഥിരം പോകുമ്പോൾ നിർത്തുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്, ശ്രീകൃഷ്ണ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ. എന്തോ ഭാഗ്യത്തിന് വേഗം കിട്ടിയല്ലേ. എന്തായാലും അവിടെ ഒരു 1/2 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യണ്ടാവുന്നേ. ഈ ഒരു ഏരിയയിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഫൈനലി നമ്മളിത് എക്സ്പ്രസ് വേ കയറാൻ പോവാന്ന്. നമ്മളെ മാച്ചക്കുട്ടിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ബ്ലോക്കെല്ലാം കഴിഞ്ഞ് ഒരുവിധം ഞാൻ മച്ചൂടെ ടയേർഡായി കേട്ടോ. എന്താണല്ലേ മച്ചോ അവസ്ഥ. ഈ കാറാണ് എടുത്തത്, സ്യൂട്ടബിൾ ആയിട്ടുള്ള കാറല്ലേ. ഇവിടെ 100 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ഇന്ത്യയിൽ തന്നെ എൻ്റെ അറിവിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഓർക്കിഡ് ഷോ നടത്തുന്നത്. വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ടെറേറിയൽ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി. ഇതൊക്കെ കുറേ ഭാഗം ചെയ്തിരിക്കുന്നത് മിനിയേച്ചർ ഓർക്കിഡും ഫേൺസെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ട ഓർക്കിഡിൻ്റെ സ്റ്റാമ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര കൂടുതൽ സ്റ്റാമ്പൊക്കെ കാണുന്നത്. ഓർക്കിഡ് ലവേഴ്സിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോ തന്നെയാണ് ഇത്. അപ്പോൾ നമ്മളെ നാട്ടിൽ കാണുന്ന ഓർക്കിഡും ഉണ്ട്, പിന്നെ നമ്മളെ നാട്ടിൽ വിരിയാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. സിംബിഡിയം പോലുള്ള ആ വെറൈറ്റീസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഓർക്കിഡിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ടുണ്ടല്ലോ. സത്യം പറയുന്നത് വെച്ചാൽ എനിക്ക് അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിട്ടില്ല. അപ്പോഴാണ് മാസി പറഞ്ഞത് ഇവിടെ തന്നെ നിന്നാൽ മതി, നമുക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ സെയിൽ സെക്ഷനിലേക്ക് കയറുന്നത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് പ്ലാന്റ്സ് സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഡെൻഡ്രോബിയത്തിനൊക്കെ 400 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. കാട്ടണിലാണ് ഡെൻഡ്രോബിയും മുക്കാറയും ഫെലനോപ്സിസും അങ്ങനെ എല്ലാം വാങ്ങിക്കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ബ്രോമിലിയാഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എയർ പ്ലാന്റ്സും അങ്ങനെ എല്ലാ വെറൈറ്റീസ് എല്ലാം ഉണ്ട്.
ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലെല്ലാം ഒട്ടിക്കുന്ന ഓർക്കിഡിൻ്റെ മാഗ്നറ്റാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് മിനിയേച്ചർ ഓർക്കിഡ്സ് ആണ്. നമ്മൾ ടെറേറിയത്തിലും പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന അത്രയും ചെറിയ ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫ്ലവർ ഷോ എല്ലാം കണ്ടു കഴിഞ്ഞ് നല്ല അടിപൊളി ഓർക്കിഡ്സ്, ഒരുപാട് ഓർക്കിഡ്സ് എല്ലാം കണ്ട്. മാച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ സംഭവം? നൈസായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ മാച്ചുക്കുട്ടന് ചർച്ച് സ്ട്രീറ്റിൽ പോകാണ്ടിരിക്കാൻ കഴിയില്ല. അവിടുത്തെ മിലാനോ ഐസ്ക്രീം അത് ഫേവറേറ്റ് ആണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അതും കൂടി കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം എത്രയായി? 3 മണിയായി അല്ലേ? 3 മണിയായി. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഐസ്ക്രീമും പിന്നെ നമ്മളെ മറ്റേ ഇതുണ്ട്, പ്രോട്ടീൻ ബാറുണ്ട്, വരുമ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ പോകാനുള്ള പരിപാടിയാണ്. കാരണം നമ്മൾ ഫുഡ് കഴിക്കാനും കൂടി നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും. അപ്പം പിന്നെ അത് അങ്ങ് സ്കിപ്പ് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ പ്രോട്ടീൻ ബാറെല്ലാം കഴിച്ചാൽ തന്നെ സെറ്റാണ്. അതിൻ്റെ കൂടെ ഐസ്ക്രീം ഓഫ് പൊളി അല്ലേ? എന്നാ വിടാ. ഇവിടുന്ന് ആകെ 3 കിലോമീറ്റർ ഉള്ളു സ്ട്രീറ്റിലേക്ക്. അങ്ങനെ അവിടെ എത്തി കാർ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കാർ പാർക്കിങ്ങിന് 50 രൂപയെന്ന് 1 മണിക്കൂറിലേക്ക്. അങ്ങനെ അതും അവിടെ വെച്ചിട്ട് നമ്മൾ സ്ട്രീറ്റിലോട്ടൊക്കെ നടക്കുകയാണ്. ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട്. ഇനിയിപ്പം കുറച്ച് ടൈം കഴിയുന്നതിന് തിരക്ക് കൂടി വരും. മിലാനോൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓതൻറ്റിക് ഇറ്റാലിയൻ ജെലാറ്റോ ആണ്. പിന്നെ അതുപോലെ തന്നെ സീസണൽ ഫ്ലേവേഴ്സാണ് ഇതിനുണ്ടാകുക. പിന്നെ നല്ല ക്രീമി ടെക്സ്ചറുമാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഫ്ലേവറല്ലേ ഇപ്രാവശ്യം ഒന്ന് മാറ്റി നോക്കി. പക്ഷെ എല്ലാം നല്ല അടിപൊളി കിട്ടുക്കാച്ചി ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈസി ബൈറ്റ്സിൽ നിന്ന് റാപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ റാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും തിരിച്ചു പോകുമ്പോൾ വേറെ എവിടെ നിർത്താണ്ടാലോ വിചാരിച്ചിട്ട് പിന്നെ പാർസലായിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ വണ്ടി എടുക്കാൻ നേരം ആകുമ്പോഴേക്ക് 2 മണിക്കൂറാണ് നമ്മൾ വെച്ചത്. അതുകൊണ്ട് തന്നെ 50 റുപ്പീസ് എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തത്. അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ കുറേ സമയം ബ്ലോക്കിലെല്ലാം പെട്ട് ഇപ്പം എങ്ങനെയല്ലോ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ കയറിയിട്ടുണ്ട്. പിന്നെ സാറ്റർഡേ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും പുറത്തേക്കെല്ലാം ഇറങ്ങി ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ പിന്നെ സമയം ഇപ്പം 6:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എന്തായാലും ഗൂഗിള് പറയുന്നത് 1 മണിയാണ്. 1 മണിയെന്നല്ല, എന്തായാലും 2 മണിയാകും. അപ്പം പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വിചാരിക്കുകയാണ്. പിന്നെ എന്തായാലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, റണ്ണിങ്ങിൽ തന്നെ നമ്മൾ മാറി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പം എന്തായാലും ബാംഗ്ലൂരിനോട് ടാറ്റ ബൈ ബൈ പറയാന്ന്. നമ്മളെ മാച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ് ബാംഗ്ലൂര്. ട്രാഫിക് നോക്കുമ്പോൾ വട്ട് പിടിക്കും. പിന്നെ ആ ഒരു കുറച്ച് സമയമുള്ളൂ. ഇപ്പൊ ഈ ഒരു എക്സ്പ്രസ് വേയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇന്ന് കാലത്ത് അത്ര കൂടുതൽ പറ്റില്ല അല്ലെ, കുറച്ച് ടൈം ആയിട്ട്. ഒന്നാമത് സാറ്റർഡേ പിന്നെ ഈവനിങ് ആയി. ഇപ്പൊ നമ്മളവിടെ പാപ്പിനിശ്ശേരിയിലും ഭയങ്കര ബ്ലോക്ക് അല്ലേ. അപ്പൊ പിന്നെ ഈ മെട്രോപൊളിറ്റൻ സിറ്റിനെ പറയാനുണ്ടാ. അപ്പൊ ഇനി ഏതായാലും വൈൻഡപ്പ് ചെയ്യാന്നാ വിചാരിക്കുന്നത്. കാരണം വീട്ടിലെത്തുമ്പോഴേക്ക് സമയം എന്തായാലും 2 മണിയാവും ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ പിന്നെ ഇനി വേഗം കയറി കിടന്നുറങ്ങാനുള്ള ഒരു പരിപാടിയായിരിക്കും, വേറെ ഒന്നിനും സമയം കിട്ടൂല. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. മാച്ചു ബൈ ബൈ പറ. ബൈ ബൈ.